يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ആദരണീയരായ വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ സർവജ്ഞനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി മുഹ്സിനുകളായി കഴിയാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഉണർത്തുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ നമുക്കുണ്ടാകേണ്ട തടസ്സം മരണമാണ് എന്ന് കൂടി നമ്മൾ ഖുർആനിക വചനങ്ങളിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന്. മരണം വന്നെത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ നിർദ്ദേശം ലോകത്തിന് കാരുണ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായി ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു വിലായത്ത് ലഭിച്ച ആളായതുകൊണ്ട് എനിക്ക് ചിലതൊന്നും ആവശ്യമില്ല എന്ന് ആര് ചിന്തിച്ചിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ അള്ളാഹിന്റെ അടുത്ത ആളായി കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണ്ട, അവർ വേറൊരു ലെവലാണ് ചില ആൾക്കാർ പറയും. അങ്ങനത്തെ ഒരു ലെവല് ആര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല? റസൂലുള്ളാഹി. അള്ളാഹിന്റെ റസൂലിനേക്കാളും വലിയ ലെവലിൽ ആരാണ് ഈ ദുനിയാവില് മനുഷ്യന്മാരെ പ്രതി കഴിഞ്ഞു? ആരില്ല. അവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി എങ്ങനെ നമ്മൾക്ക് നമ്മളെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് വിവിധങ്ങളായ വഴികളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇബാദത്തുകളൊക്കെ എന്തിനാ നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ നമ്മുടെ ഇബാദത്ത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യണ്ടാണ്. നമ്മൾ കുറെ ഇബാദത്ത് ചെയ്താൽ അള്ളാഹു വല്ലാതെ സന്തോഷിക്കും. അങ്ങനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. അത് വേറെ നിലയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴും അത് അള്ളാഹുവിന് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ ആവശ്യമുണ്ട് എന്ന് നമ്മൾ ധരിക്കരുത്. മറിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ഗുണം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന ഒരു പൊതുവായ ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഒരേപോലെ എല്ലാ കാര്യത്തിലും തികഞ്ഞവനാണ്. ഒന്നും അള്ളാഹുവിന് അങ്ങോട്ട് ആവശ്യമില്ല. ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ
പല സ്ഥലങ്ങളിലും അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് റിസ്ക് ചോദിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് റിസ്ക് നൽകുകയാണ് ചെയ്യുന്നത് എന്ന പരാമർശം നമ്മൾ ഖുർആനിൽ 2 സ്ഥലങ്ങളിലായി ഞാൻ വായിച്ചു നോക്കുന്നുണ്ട്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിലൂടെ നമ്മളെ നേരെയാക്കാനും നന്നാക്കാനും നമ്മളെ രക്ഷപ്പെടുത്തുവാനും നമുക്ക് മഹത്വം തരുവാനും നമുക്ക് വലിയ പദവികൾ തരാനും നമ്മളെ സ്വർഗലോകത്ത് വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താനും ആഗ്രഹിക്കും. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഇബാദത്തുകളെ ആവേശത്തോടു കൂടി വളരെ താല്പര്യത്തോടു കൂടി പാലിക്കുന്ന ആളുകളെല്ലാം വീണ്ടും അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യത്തിൽ തന്നെയായിരിക്കും. ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഈ നിലക്കുള്ള ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ അതീവ സന്തുഷ്ടരായി നമ്മൾ കഴിയേണ്ടതുണ്ട്. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഇബാദത്തുകളിലൂടെയും നമ്മൾ ശുദ്ധീകരിക്കണേ നമുക്ക് സൂചിപ്പിച്ചതാണ്. റമദാനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ആ കാര്യം അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, റമദാനു ഇലാ റമദാന മുകഫിറാത്തുൻ ലിമാ ബൈനഹു. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയുള്ള സമയത്ത് നമ്മൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും നമ്മൾ റമദാനിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. അതെങ്ങനെ പുറത്തു തരുമെന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരം തരുന്നതാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ദർജയിലേക്ക് എത്താൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീതമായ സാഹചര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പ്രതിഫലവും മഹത്വവും ഒക്കെ അറിയിച്ച സന്ദർഭങ്ങളെ വളരെ ബോധപൂർവം ഉപയോഗപ്പെടുത്താൻ വിശ്വാസി സമൂഹം എന്നും തയ്യാറായിട്ടുണ്ട്. പരിശുദ്ധ റമദാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ഏറ്റവും നല്ല അവസരമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അവസരം പാഴായി പോകാവതല്ല എന്ന ചിന്തയോടുകൂടി ഒരു തൗബ ചെയ്ത് മടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ, എത്രയെത്ര ആളുകളാണ് റമദാനിലൂടെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്നത്, എത്രയെത്ര ആളുകളാണ് റമദാനിലൂടെ തങ്ങളുടെ തെറ്റായ അപഥസഞ്ചാരത്തൊക്കെ തിരുത്തി റബ്ബിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുന്നത്. എത്രയോ ആളുകൾ അശ്രദ്ധരായി കഴിയുന്നതിന് ശേഷം ഒരു റമദാൻ വരുമ്പോൾ ആ റമദാനിന് ശേഷം അയാളുടെ ജീവിതം പാടെ മാറി ആളുകൾ ആശ്ചര്യത്തോടു കൂടി ഈ റമദാനോടുകൂടി ആ വ്യക്തി ആകെ ക്ലിയർ ആയിട്ടോ എന്ന് പറയുന്ന എത്രയെത്ര ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മളെ നേരെയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ കാലങ്ങളായി കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പകൽ സമയത്ത് നോമ്പിൽ നമ്മൾ മുഴുകുമ്പോൾ രാത്രി സമയത്ത് തഹജ്ജുദിൽ രാത്രി നമസ്കാരത്തിൽ ഒഴുകുന്ന പ്രത്യേകമായ ഒരു സാഹചര്യം റമദാനിലുണ്ട്. ഇങ്ങനെ ഈ 2 കാര്യങ്ങളും നമുക്ക് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ചതുമാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഈ 2 കാര്യവും റസൂലുള്ളാഹി പറഞ്ഞു. ആ റമദാനിൽ ഈമാനോട് കൂടി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈമാൻ അതിലെവിടെയും ഒരു കളങ്കവും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഈമാനിന് പോരായ്മ ഉണ്ടായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതൊന്നും പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി തന്റെ ഈമാനിൽ ഒരു പോരായ്മയുമില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കണം. തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. ഈമാനോടുകൂടി അതോടൊപ്പം ആ ഈമാൻ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരുമെന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. ആ പ്രതിഫലേച്ഛയോടുകൂടി നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ രാത്രി നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളെല്ലാം അതുവഴി ഇല്ലാതായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുകയാണ്. എന്ന് മാത്രമല്ല, ധാരാളക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ കലാമിനോട് അങ്ങേയറ്റം ബന്ധം സ്ഥാപിക്കുന്ന, ഹതം തീർക്കുന്ന, ഒരു പല്ലത്തവണ പാരായണം ചെയ്ത് തീർക്കുന്ന ഒരു സന്ദർഭം റമദാൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഖുർആനുമായുള്ള ബന്ധം ശക്തമാകുന്ന ഒരു ഘട്ടമാണ് റമദാൻ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെടുത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു പരാമർശമുണ്ട്, നോമ്പും ഖുർആൻ പാരായണവും ബന്ധപ്പെട്ട്. എങ്ങനെയാണ്? ഖിയാമത്ത് നാളിൽ അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി. ഖുർആനും അതുപോലെ തന്നെ നോമ്പും അള്ളാഹുവിനോട് അതിന്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നാണ്. അതിന്റെ കോലരൂപം നമ്മൾ ഇപ്പോൾ ചിന്തിച്ച് പ്രയാസപ്പെടേണ്ടതില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്ഥിരപ്പെട്ട ഹദീസ് ഉണ്ടായിരിക്കെ അതങ്ങനെ സംഭവിക്കും. അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു ലോകമല്ല. ഗൈബിയായ കാര്യം നമ്മൾ ആ നിലക്കാണ് വിശ്വസിക്കേണ്ടത്. എന്താണ് ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന പരാമർശം?
നോമ്പ് പറയുന്നു യഖൂലു സിയാമു ഐ റബ്ബി ഇന്നി മനഅതുഹും അത്'ആമ വശഹവാതി ബിന്നഹാർ. പകൽ സമയത്ത് ആഹാരപാനീയങ്ങളും വൈകാരികമായ ആവശ്യങ്ങളും ഒക്കെ ഞാൻ അവനെ തടഞ്ഞിട്ടുണ്ട്, അതൊന്നും ചെയ്യാതെ അവനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് എന്നെ അവന് വേണ്ടി നീ ശുപാർശകനാകണമെന്ന് നോമ്പ് പറയുമെന്നാണ്. അതേപോലെ ഖുർആൻ പറയുന്നു മനഅതുഹു നൗമ ബില്ലൈൽ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ രാത്രി അവന്റെ ഉറക്കത്തെ തടഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നതാണ്. അപ്പൊ നമ്മൾ രാത്രി സാധാരണ ഇല്ലാത്ത നിസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്ക് അത് കാരണത്താൽ കുറച്ച് ഉറപ്പ് പോകുന്നുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ പൂർവികരെ പഠിക്കുമ്പോൾ, സ്വഹാബികളെ പഠിക്കുമ്പോൾ, സലഫുകളെ പഠിക്കുമ്പോൾ ഇമാം ഷാഫിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സ്വഹാബികളെല്ലാം എത്രയാണ് ഖുർആൻ ഓതിയിരുന്നത്. അവർ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയമാണ് രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നൊക്കെ നമുക്ക് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, അസറുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഖുർആൻ പാരായണത്തിന് വേണ്ടി സമയം ഉപയോഗപ്പെടുത്തിയ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഖുർആൻ ശുപാർശ പറയുന്ന, നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായി ഇടപെടൽ നടന്ന ഒരു സാഹചര്യം പരലോകത്തുണ്ടാകുമെന്ന് റസൂലുള്ള പറയാണ്. ക്ഷമയുടെ മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. ക്ഷമ എന്ന് പറയുമ്പോൾ നന്മകൾ ചെയ്യാൻ നല്ല ക്ഷമ ആവശ്യമുണ്ട്. നമ്മൾ പല നന്മകളും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വന്ന് നമ്മൾ ആ വഴിക്ക് തെറ്റിപ്പോകുമ്പോൾ റമദാൻ നമ്മളൊന്ന് ഒരുങ്ങിയാൽ അതിലെ കൂടുതൽ എളുപ്പം കിട്ടുകയില്ല. അതേപോലെ തന്നെ മോശമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ ക്ഷമ ആവശ്യമുണ്ട്. അതിനും നമ്മളെ റമദാൻ സഹായിക്കുന്നുണ്ട്. റമദാനിൽ നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, വെള്ളം ഉപേക്ഷിക്കുന്നു പകൽ സമയത്ത്. വിവാഹിതരായ ആളുകൾ തങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോഴും ആ സമയത്ത് അവർ പ്രവേശിക്കാതെ അത്തരം കാര്യങ്ങളെ വിട്ടുനിൽക്കുന്നു. ഇതെല്ലാം അനുവദനീയമായ കാര്യങ്ങൾ തന്നെ ഒരു നിശ്ചയ സമയത്തേക്ക് ഞാൻ നോമ്പുകാരനാണ് എന്ന ബോധത്തോടു കൂടി അന്ന് മാറി നിൽക്കുവാൻ ഒരു വിശ്വാസി സ്വയം പ്രാപ്തി നേടുന്ന ഒരു ഘട്ടമുണ്ട്. അതുപോലെ തന്നെ അവന്റെ കണ്ണും കാതും കൈയും ഒക്കെ നോമ്പ് നോറ്റുകൊണ്ടിരിക്കണം. എല്ലാ വേണ്ടാത്തരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നത് കൃത്യമായി ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അതേസമയം നമ്മൾ വിശപ്പ് സഹിക്കുന്നുണ്ട്, ദാഹം സഹിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വലിയ പ്രതിഫലം നേടിത്തരുന്ന കാര്യമാണ്. കാരണം ക്ഷമയുടെ പ്രതിഫലം സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ക്ഷമാശീലർക്ക് കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുമെന്നാണ്. അപ്പൊ അങ്ങനെ ക്ഷമിച്ച് ഉറച്ച് റബ്ബിന് വേണ്ടി എല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കുന്ന ഒരു ഘട്ടം റമദാനുണ്ട്. അതേപോലെ തന്നെ നോമ്പിന്റെ പ്രതിഫലവും യാതൊരു കണക്കില്ലാത്ത പ്രതിഫലമാണ്. കാരണം നോമ്പ് എന്ന് പറയുന്നത് ഒരു രഹസ്യമായ വിവാദത്താണ്. ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുമ്പോൾ ശരിയായ നോമ്പുകാരനാണോ ഇല്ലേ എന്ന് അതിനെ അളക്കാനുള്ള അളവ് പോലെ ആരുടെ കയ്യിലുള്ളൂ? അള്ളാന്റെ കയ്യിലുള്ളൂ. കാരണം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ നോമ്പുകാരനായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. അതിൽ രക്ഷപ്പെട്ടവരൊക്കെ രക്ഷപ്പെട്ടു. വലിയ കുറ്റമാണത്. പരസ്യമായി നോമ്പുകാരനായി ആളുകൾക്കിടയിൽ ഇറങ്ങി വരുന്ന ആൾ വീട്ടിൽ ആ വിശപ്പ് സഹിക്കാൻ കഴിയാതെ നോമ്പ് പിടിച്ചു കളയുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ട്, എക്കാലത്തും ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരാൾ പൂർണ്ണമായും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പനുഷ്ഠിക്കുന്ന ആളാണോ ഇല്ലേ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ നോമ്പുകാരൻ ഉണ്ടാകേണ്ട സംസാരത്തിലും നോട്ടത്തിലും കേൾവിയിലൊക്കെ ഉള്ള ശരിയായ നോമ്പുകാരനായി ആരാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കുവാൻ നമുക്കാർക്കും അതിനുള്ള മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂലുള്ള പറയാണ്, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സൗം. ആദമിന്റെ പുത്രന്റെ എല്ലാ അമലുകളും അവനുള്ളതാണ്, ഇല്ല സൗം, നോമ്പൊഴികെ. ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർ പരസ്പരം മനസ്സിലാക്കിയാൽ ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും. എന്നാൽ നോമ്പിന്റെ കാര്യത്തിൽ അതിന്റെ ഇഖ്ലാസിനപ്പുറത്ത് ആ നോമ്പുകാരനാണ് എന്നത് പോലും മനസ്സിലാക്കാൻ കൃത്യമായ മാർഗം ആർക്കില്ല, നമ്മൾക്കില്ല. മറിച്ച് അത് എന്താണ്, ഫഇന്നഹു ലീ വഅന അജ്സി ബി, അത് എനിക്കുള്ളതാണ്, ഞാൻ തന്നെ അതിന് പ്രതിഫലം നൽകും എന്ന് പറയാം. അതിന്റെ പുറകെ മറ്റൊരു റിവായത്തിൽ, മുസ്ലിം റിവായത്തിൽ, കുല്ലു അമലി ബിനി ആദമ ലഹു യുദാഅഫുൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ദിഅഫ്. ഒരു പുണ്യം ചെയ്താൽ അത് 10 ഇരട്ടിയായി അതിന്റെ ഇഖ്ലാസിന്റെയും അതിന്റെ പ്രവർത്തനത്തിന്റെ ഭംഗിയൊക്കെ നോക്കി 700 ഇരട്ടിയോളം എന്താണ് ഒരു പുണ്യത്തിന് പ്രതിഫലം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇല്ല സോം, നോമ്പിന് അത്രയല്ലാണ്. നോമ്പിന്റെ കാര്യത്തിൽ അതിനും അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ആഗ്രഹിച്ച് തന്റെ വൈകാരികമായ താല്പര്യങ്ങളെ, അന്നപാനീയങ്ങളെ ഉപേക്ഷിച്ച് ശരിയായ നോമ്പുകാരനായി ഒരാൾ കഴിയുമ്പോൾ അത്രമേൽ അല്ലാഹു അത് മുഖേന ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ്. മുസ്ലിമീങ്ങൾക്കിടയിലുള്ള സ്നേഹവും ഐക്യവും ഒക്കെ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ്. സാധുക്കളായ ആളുകളെ പ്രത്യേകം പരിഗണിക്കുവാനുള്ള പ്രത്യേകമായ ഇടപെടൽ ഈ കാലഘട്ടത്തിൽ നമ്മളിൽ വരാറുണ്ട്. അങ്ങനെ പുണ്യങ്ങളും നന്മകളൊക്കെ സമ്മേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ
അത് പ്രത്യേകം സ്വർഗത്തിൽ മഹത്തരമായ സ്ഥാനം ലഭിക്കുന്ന കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? ഇന്ന ഫിൽ ജന്നതി ഖുറഫ യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹ. സ്വർഗത്തിൽ ചില മണിമേടകളുണ്ട്. അതിന്റെ പുറംഭാഗത്ത് നിന്ന് ഉൾഭാഗമാണ്, ഉൾഭാഗത്ത് നിന്ന് പുറംഭാഗമാണ്. സ്ഫടിക സമാനമായ മണിമേടകൾ സ്വർഗലോകത്തുണ്ട്. അത് ആർക്ക് വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയത് ലിമൻ അത്അമ തആം, ഭക്ഷണം നൽകിയ ആൾക്കാർ, വഅലാനൽ കലാം, സംസാരം നന്നാക്കിയ ആൾക്കാർ, വതാബ അസിയാം, തുടർച്ചയായി നോമ്പ് നോറ്റ ആൾക്കാണ്, വസല്ല ബില്ലൈലി വന്നാസു നിയാം, രാത്രി ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമസ്കരിച്ചവർ. ഈ കാര്യങ്ങളൊക്കെ സമ്മാനിക്കുന്ന ഒരു പ്രത്യേകമായ സമയമാണ് റമദാൻ. ഈ പുണ്യങ്ങളെല്ലാം എല്ലാ സമയത്തും ചെയ്യാമെങ്കിലും റമദാനിൽ അതെല്ലാം സമ്മേളിക്കുന്ന ഒരു സാഹചര്യം പൊതുവെ വരാറുണ്ട്. അതുകൊണ്ട് ഈ മഹനീയമായ പദവിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, മല്ലന്മാരായ പിശാചുക്കളെല്ലാം ബന്ധനത്തിലാകുന്ന പ്രത്യേകമായ ഒരു സാഹചര്യമാണ്. ആ സമയത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകുക എന്നത് വളരെ പ്രധാനമാണ്. ഈ മാസത്തിന്റെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യമായി ഓതികൽപ്പിച്ച ആയത്തിലെ കാര്യം തന്നെയാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുവാൻ സെലക്ട് ചെയ്ത മാസമാണ്. ഏറ്റവും മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമായ പരിശുദ്ധ ഖുർആൻ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ മുഖേന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ റമദാനിൽ, അതിൽ തന്നെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു. അല്ലാഹുവിന്റെ വഹി ഇറക്കാൻ ഖുർആനല്ല, അതിന് മുമ്പുള്ള വേദങ്ങളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അതെല്ലാം അവതരിപ്പിച്ചത് റമദാനിലായിരുന്നു എന്ന പരാമർശം നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വഹിയായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമായതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി ഈ മാസത്തിൽ ഖുർആനുമായി നന്നായി ബന്ധം സ്ഥാപിക്കുവാൻ തയ്യാറാകണം. ഖുർആൻ അയാളെ നേരെയാക്കുന്ന, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, കിതാബുൻ അൻസൽനാഹു മുബാറകുൻ, കിതാബുൻ അൻസൽനാഹു മുബാറകുൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ലിയദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളിൽ ഉറ്റാലോചന നടത്താൻ വേണ്ടിയാണ്. ഖുർആന്റെ ആയത്തുകളിൽ നന്നായി ചിന്ത നടത്തുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സാദിലൂടെ പറയുന്നുണ്ട്. അപ്പോ ആ അനുഗ്രഹീതമായ ഖുർആന്റെ ആയത്തുകൾ ആലോചന നടത്തുന്ന ആളുകളായി തീരാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിന്റെ ആശയങ്ങളെ അടുത്തറിയുന്ന രൂപത്തിൽ പാരായണം ചെയ്യുവാൻ നമ്മൾ സമയം മാറ്റണം. അജ്റുല്ലാമിതാണ്, മറ്റൊരു പകരവുമില്ലാത്ത അത്രയും വലിയ പ്രതിഫലം ലഭിക്കുന്ന പുണ്യപ്രവർത്തനമാണ് നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു സ്വഹാബി വന്ന് അബൂ ഉമാമ അൽ ബാഹിലി വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ലത് എന്താണ്? പല ആളുകളെയും മനസ്സിലാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പല മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഈ മറുപടിയിൽ പറഞ്ഞത് അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഈദ ലന, നീ നോമ്പ് നോക്കണം, അതിന് പകരമായി മറ്റൊരു പുണ്യപ്രവർത്തനവും ഇല്ല എന്ന് പറയുന്നത്. അത്രയും മഹത്തരമായ ഒരു പ്രവർത്തനമാണ് നോമ്പ്. ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നു. ഇതിലൊക്കെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. നേരത്തെ ഓതിയ ആയത്തിൽ അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട്, നമ്മളെ എടങ്ങാറാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുൽ ഉസ്റ, നിങ്ങളെ പ്രയാസപ്പെടുത്തുകയല്ല, നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു വിഭാഗത്തും ചെയ്യേണ്ടുന്ന സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് ഓരോരുത്തരുടെയും കഴിവിനും സാഹചര്യത്തിനും അനുസരിച്ച് നന്മകൾ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യം, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പ്രഗത്ഭനായ സഹാബിയാണ്. അദ്ദേഹം കണ്ട ഒരു സ്വപ്നം നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ത്വൽഹ കാണുന്ന സ്വപ്നം എന്തെന്ന് വെച്ചാൽ, രണ്ടുപേർ ഒരുമിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഷഹാദത്ത് ചെയ്യുന്നു. ഒരേ സമയത്ത് രണ്ടാൾക്കാർ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരും തങ്ങളുടെ ജീവിതകാലം മുഴുവനും പുണ്യപ്രവർത്തനങ്ങളോട് നിറയ്ക്കുകയാണ്. അതിൽ ഒരാൾ യുദ്ധഭൂമിയിൽ ഷഹീദാകുന്നു. രണ്ടാമത്തെ ആൾ ഒരു വർഷം കഴിഞ്ഞ് രോഗശയ്യയിൽ കിടന്ന് മരണപ്പെടുന്നു. ഈ രണ്ടാളുകൾ പിന്നീട് ത്വൽഹ സ്വപ്നത്തിൽ കാണുന്നത്, ഇതിൽ ഷഹീദായ ആളേക്കാൾ നേരത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഈ രോഗശയ്യയിൽ കിടന്ന് സാധാരണ മരണം വരിച്ച ആളെ. അപ്പോ അതിനെ സംബന്ധിച്ച് ത്വൽഹക്ക് അതിന്റെ കാര്യം പിടുത്തുന്നുണ്ട്. കാരണം ഷഹീദിന്റെ പ്രതിഫലം ധാരാളമായി ഖുർആൻ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ച്, ആ ഷഹീദിനേക്കാളും നേരത്തെ സ്വർഗത്തിൽ പ്രവേശിച്ച ആൾ ഈ സാധാരണ മരണം വരിച്ച ആളാണ്.
അതുകൊണ്ട് തന്നെ അതിന്റെ പൊരുളറിയാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സ്വഹാബികൾ എത്തുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, മിൻ അയ്യി ദാലിക തഅജബു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കൗതുകപ്പെടുന്നത്? അവർ ഈ കാര്യം പറയുമ്പോൾ റസൂൽ പറയാണ്, അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന, ഈ വ്യക്തി ആ ഷഹീദായ വ്യക്തിക്ക് ശേഷം ഒരു വർഷം ജീവിച്ചിട്ടില്ലേ? അതെ. വഅദ്റക റമളാൻ ഫസാമ വസല്ല കദാ വകദാ മിൻ സദഖത്തിൻ ഫിസ്സന, അങ്ങനെ അയാൾ ഒരു റമദാൻ ലഭിച്ചിട്ടില്ലേ? ആ റമദാനിൽ അയാൾ പലവിധ പുണ്യങ്ങളും നിർവഹിച്ചിട്ടില്ലേ? നോമ്പ് നോറ്റിട്ടില്ലേ? നമസ്കരിച്ചിട്ടില്ലേ? ഇങ്ങനെ റസൂൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ആര് സമ്മതിക്കുന്നു? സ്വഹാബികൾ സമ്മതിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് എങ്കിൽ റസൂൽ പറയാണ്, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന സമാഇ വൽ അർദ്, അങ്ങനെയെങ്കിൽ ആ വ്യക്തിയും ഈ വ്യക്തിയും തമ്മിൽ ആകാശഭൂമികളോളം അകലമുണ്ട്, അയാൾക്കുള്ള സ്ഥാനം തമ്മിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിച്ചിടത്തോളം അയാൾക്ക് വലിയ പദവി ലഭിക്കുന്ന അത്രയും പുണ്യകരമായ ഒരു സാഹചര്യമാണെന്ന്. ആ സാഹചര്യം താനെ ഉണ്ടാക്കുകയില്ല, മറിച്ച് ബോധപൂർവം പ്ലാൻ ചെയ്ത് പുണ്യപ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ ഇല്ലാത്ത സമയങ്ങൾ ഉണ്ടാക്കി മെനക്കെടുന്ന, നന്നാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രയത്നിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. എത്ര കുറ്റം ചെയ്ത ആളാണെങ്കിലും, എത്ര വലിയ പാപിയാണ് എങ്കിലും തൗബ ചെയ്ത് മടങ്ങി നേരാകാൻ ആഗ്രഹിച്ചാൽ അയാൾ പോലും വിചാരിക്കാത്ത രൂപത്തിൽ ജീവിതത്തെ നന്നാക്കാനും നേരാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം അവിടെ ഉണ്ട്, റമദാനിൽ ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ്, ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മഹുല്ലാഹ് ഒരിക്കൽ പറയുന്നുണ്ട്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമദാൻ, ഖബറിൽ കിടക്കുന്ന ആളുകളോട് എന്തെങ്കിലും ആഗ്രഹിക്കാൻ പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം റമദാനിലെ ഒരു ദിവസമെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അത്ര പ്രാധാന്യമുള്ള സമയമാണത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഗൗരവത്തിൽ ഈ ഒരു സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ തയ്യാറാക്കുക. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നു, പൂർവികരെ പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പലരും നമ്മളിന്ന് വിട്ടു പിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ നാട്ടുകാരെ കഴിഞ്ഞ ദിവസവും മരിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തെടുക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു ദിവസത്തിൽ ഒരു ദിവസം കിട്ടിയാൽ അത് അത്രയും വലിയ നേട്ടമാണ് എന്ന പ്രത്യേകത മനസ്സിലാക്കി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുങ്ങി എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്തണമെന്ന ആഗ്രഹത്തോട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على ختم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين بعد. ഒരിക്കൽ കൂടി സർവാധിനാഥനായ അള്ളാഹുവിന്റെ വിനീതരായ അടിമകളായി തഖ്വയുള്ളവരായി കഴിയണമെന്ന് എന്നെ നിങ്ങളെ ഉണർത്തുകയാണ്, ഓർപ്പെടുത്തുകയാണ്. നോമ്പ് ശരിയാകണമെങ്കിൽ രണ്ട് റുക്നുകൾ പാലിക്കണമെന്നാണ്. അതിലൊന്ന് ഇംസാക്കാണ്, ഭക്ഷണം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക, വൈകാരികമായ താല്പര്യങ്ങളെല്ലാം നോമ്പിന്റെ പകൽ മുഴുവനായിട്ട് അതിനൊക്കെ വിട്ടു നിൽക്കലാണ്. രണ്ടാമത്തെ കാര്യം നിയ്യത്താണ്. പ്രത്യേകിച്ച് ഫർദ് നോമ്പായ റമളാൻ നോമ്പിന് രാത്രി നിയ്യത്ത് ഉണ്ടാകണം. നിയ്യത്ത് ഉണ്ടാകാൻ കാരണം നിയ്യത്ത് നമ്മുടെ പല ആളുകളും ചൊല്ലി പറയുന്നുണ്ട്. അങ്ങനെ പറയേണ്ട കാര്യമില്ല. നോമ്പ് നോക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ബോധ്യവും ഓർമ്മ ഉണ്ടാക്കുക. അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അയാൾ നിയ്യത്തിലാണ്. അതല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ നേരത്തിന് എന്താണ് നിലവിൽ നിർവഹിച്ച നോമ്പ് സ്വീകരിക്കുവാൻ സ്റ്റാർട്ടിങ് സമയത്ത് നോമ്പ് പോകണം എന്നുള്ള നിയ്യത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ഒക്കെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. അങ്ങനെ രാത്രി നോമ്പ് നിയ്യത്താക്കാത്ത ആൾക്ക് നോമ്പില്ലാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ നോമ്പെല്ലാം നോമ്പും പൂർണ്ണമായി നോൽക്കും എന്ന നിലയ്ക്ക് നിയ്യത്താക്കിയാൽ ആ നിയ്യത്താക്ക് എല്ലാ നോമ്പിനും മതിയാകും എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. മാലിക്കിനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ അഭിപ്രായം പറഞ്ഞു. അതോടൊപ്പം അതിനിടയിൽ അയാൾ എന്തെങ്കിലും കാരണത്താൽ, രോഗം കാരണത്താലോ യാത്ര കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താലോ നോമ്പ് മുറിഞ്ഞു പോയാൽ പിന്നെയും അയാൾ എന്താണ് ആ നിയ്യത്ത് പുതുക്കിയാൽ മതി എന്നൊരു അഭിപ്രായമുണ്ട്. അതോടൊപ്പം നമ്മൾ എന്താണ് എല്ലാ സന്ദർഭത്തിലും അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഈ നിയ്യത്ത് അവിടെ സ്ഥാപിതമാകുന്നുണ്ട് എന്നതാണ്. പിന്നെ നോമ്പ് തുടങ്ങേണ്ടത് മാസം കാണുമ്പോഴാണ്. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. മാസം കണ്ടാൽ നോമ്പ് ആരംഭിക്കുക എന്നത് പ്രധാനമാണ്. ഇല്ലെങ്കിൽ എന്ത് വേണം? മാസം പൂർത്തിയാക്കണം. 29-ന്റെ അന്ന് നമ്മൾ നോക്കുന്നു, മാസം കണ്ടാൽ നമ്മൾ എന്താണ് അടുത്ത മാസത്തിലേക്ക്, അഥവാ ശഅബാൻ 29 മാസം നോക്കുന്നു. മാസം ഉറപ്പായാൽ നമ്മൾ റമളാനിൽ പ്രവേശിക്കുന്നു. ഇല്ലെങ്കിൽ ശഅബാൻ 30 പൂർത്തിയായി നമ്മൾ അടുത്ത ദിവസം എന്താണ് നോമ്പിലേക്ക്. ഈ ഒരു സിസ്റ്റം എപ്പോഴും ബാധകമാണ്.
അത് അവരുടെ നാട്ടിൽ നോക്കലാണ് ഇത്രയും കാലമായി നമ്മൾ സ്വീകരിച്ചു വന്നൊരു നയം. അതെവിടെയെങ്കിലും കണ്ടാൽ മതിയല്ലോ എന്നൊക്കെ സംസാരിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത് അടുത്ത കാലത്തായി കുറച്ച് വ്യാപകമായിട്ടുണ്ട്. നമ്മൾ അത്തരം സംസാരങ്ങൾ പരിഗണിക്കേണ്ടതില്ല. ഇനി എല്ലാ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ആളുകളെല്ലാം നോമ്പ് വെക്കണം. ഉപേക്ഷിക്കുന്നത് വൻ കുറ്റമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. മഹാപാപമായി പണ്ഡിതന്മാർ വിഷയത്തെ പരിചയപ്പെടുന്നുണ്ട്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ, നേരത്തെ പറഞ്ഞ അന്നപാനീയങ്ങളൊക്കെ ഈ സമയത്ത് നമ്മൾ ബോധപൂർവം കഴിക്കുമ്പോൾ നമ്മൾ നോമ്പ് മുറിഞ്ഞു പോകും. അറിയാതെ നമ്മൾ ഓർമ്മയില്ലാതെ കഴിക്കുകയാണെങ്കിൽ അയാളുടെ നോമ്പ് മുറിഞ്ഞു പോകുകയില്ല എന്ന് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെറിയ കുട്ടികളെ പോലെയുള്ള ആളുകളൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുമ്പോൾ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും നോമ്പിന്റെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെയാണ് സംഭവിക്കുന്നത്. നോമ്പിലേക്ക് പ്രവേശിച്ച് അതിന്റെ പകുതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോമ്പുകാരനാണെന്നുള്ള ഓർമ്മ നമ്മൾ നഷ്ടപ്പെട്ടു പോകുകയില്ല. ഏതായിരുന്നാലും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബോധപൂർവം ഛർദ്ദിക്കുക, അത് ചെയ്തു കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അറിയാതെയുള്ള ഛർദ്ദി നോമ്പ് മുറിക്കുകയില്ല എന്നുണ്ട്. അതേപോലെ തന്നെ നോമ്പുകാരിയായിരിക്കെ ഹൈബോ നിഫാസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും. അത് അവസാന ഘട്ടത്തിലാണെങ്കിലും നോമ്പ് മുറിഞ്ഞു പോകും. ഹൈബുകാരികൾ നിഫാസുകാരികൾ നോമ്പ് നോക്കാൻ പാടില്ല എന്നറിയാം. അത് കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉണർച്ചയുള്ള സന്ദർഭത്തിൽ ബോധപൂർവം നമ്മുടെ ശുക്ലം പുറത്തു പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും. അത് പ്രത്യേകം എന്താണ് മനസ്സിലാക്കുക. അത് ഇണചേർന്നത് മുഖേന അതല്ലാത്ത വഴിയിൽ എന്താണെങ്കിലും നോമ്പ് മുറിഞ്ഞു പോകും. അതിൽ എല്ലാം ഉള്ള പരിഹാരം നമ്മൾ അതിന് തൗബ ചെയ്യുക, നോമ്പ് നോറ്റുപൂട്ടുകയാണ് എങ്കിൽ നമ്മൾ ഇണചേർന്ന് പോയാൽ സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകുന്ന മാത്രമല്ല, അതിന് കഫാറത്തുണ്ട്. കഫാറത്തെന്ന് വെച്ചാൽ അയാൾ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള വകുപ്പില്ല. മറ്റൊന്ന് അതിന് വകുപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ പിന്നെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് തുടർച്ചയായി 60 ദിവസം നോമ്പ് നോക്കലാണ്. അപ്പൊ ആ നിലക്ക് കഫാറത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിനും സാധിക്കാത്ത ആൾ 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അതും നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നോമ്പ് മുറിഞ്ഞു പോകുന്ന ഒരു കാര്യത്തിലും പ്രവേശിക്കാവതല്ല. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതോടൊപ്പം ഇതിന്റെ ആദാബുകളായി മുസ്തഹബത്തുകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് അത്താഴം കഴിക്കലാണ്. അതിൽ ബറക്കത്തുണ്ട്. തസഹറു ഫഇന്ന ഫിസ്സൂരി ബറക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ അത്താഴം കുറെ വൈകിപ്പിക്കുക. അത്താഴം കഴിച്ചിട്ട് 10-15 മിനിറ്റ് ഒക്കെ ബാക്കി മതി എന്ന് പറഞ്ഞാൽ അത്താഴം കഴിച്ച് പള്ളിയിലേക്ക് നടന്നു വന്ന് കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കലാണ് വേണ്ടത്. അതേപോലെ തന്നെ ഈ നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കുക. ബാങ്ക് കൊടുക്കുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെയെങ്കിലും നമ്മളിങ്ങനെ കാത്തു നിൽക്കാൻ ഉണ്ടാവാൻ പാടില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മുറിക്കണം. അതാണ് അതിന്റെ തെളിവ്. ആ വിഷയത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ വസ്വാസിന്റെ ഭാഗമായി കുറെ സമയം പിടിച്ചു വെക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആ സമയം എത്തിയാൽ നോമ്പ് മുറിക്കുക എന്നത് പ്രധാനമാണ്. നോമ്പിന്റെ സമയത്ത് നമ്മൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും അഫ്സലായ രീതി. ഒത്തവ് കൊണ്ട് അല്ലെങ്കിൽ കാരക്ക അഥവാ ഉണക്ക ഈത്തപ്പഴം കൊണ്ട്. ഒത്തവ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പഴുത്ത് പാകമായ ഈത്തപ്പഴം ഉണ്ട്. അതുമല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുക. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ കാര്യമാണ്. അതേപോലെ നോമ്പിന്റെ സമയങ്ങളിൽ പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. നോമ്പ് മുറിക്കുന്ന സമയത്ത് പ്രത്യേകം ഉത്തരം കിട്ടുന്ന സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പ് തുറന്നതിന് ശേഷം എന്ന പ്രാർത്ഥന അത് പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമാണ്. അതേപോലെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു, മല്ലം യദഅ ഖൗല അസ്സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വ ശറാബഹു. നമ്മുടെ വേണ്ട സംസാരങ്ങളിൽ നിന്ന് വേണ്ട പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അന്നപാനീയങ്ങൾ ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകുക. പരമാവധി പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകുക. അത് വളരെ പ്രധാനമാണ്. പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈമാൻ വർദ്ധിക്കുക. ഈമാൻ വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ തഖ്വയിൽ ഉറപ്പുള്ള ആളുകളാകുക. അതാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കുക എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കൂട്ടത്തിലൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പള്ളിയിൽ നമ്മൾ ബിദ്അത്തുകളോട് വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. ചിലരെങ്കിലും സംശയിക്കും, എന്താണ് നമ്മുടെ സമസ്ത പള്ളികളിലൊക്കെ പോകുമ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് തിരിഞ്ഞുന്ന ഒരു പ്രാർത്ഥനയൊക്കെ നിർവഹിക്കുന്നുണ്ട്, ഇവിടെ അതൊന്നും ഇല്ലാലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം നമുക്ക് അള്ളാഹിന്റെ റസൂലിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീ ചെയ്ത് തരാം അഥവാ മാതൃക കാണിച്ചു തരാത്ത കാര്യങ്ങൾ ചെയ്യുക വഴി നമ്മൾ എല്ലാ ഖുതുബയിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബിദ്അത്തെല്ലാം ദലാലത്തിലാണ്. അത് ബോധമുള്ളത് കൊണ്ടാണ്, ആ വിഷയത്തിൽ ഓർമ്മയുള്ളത് കൊണ്ടാണ് അത്തരം എല്ലാ അനാചാരങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുന്നത്. അതല്ലാതെ പ്രാർത്ഥനയോട് നമുക്ക് ഉറപ്പുള്ളതല്ല. നമുക്ക് സാധ്യമാകുന്ന സന്ദർഭത്തിൽ സാധ്യമാകുന്ന എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ ഇടപെടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മയിൽ മുന്നേറുവാൻ, എല്ലാ വേണ്ടാത്തരങ്ങളും
എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ എല്ലാ ഖുറാഫാത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പിഴവുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തുമാറാകട്ടെ. കൂടുതൽ കരുതലോടുകൂടെ നീങ്ങി അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകം വേഗത്തിൽ സാധ്യമാക്കുന്ന മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൽപ്പത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. രോഗികളുണ്ട്, പ്രത്യേകം മാരകമായ രോഗം കൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രത്യേകം വസീയത്ത് ചെയ്ത ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു വേഗത്തിൽ ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരക്കും പ്രയാസപ്പെടുന്ന മുഅ്മിനുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പവും തുറയും നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല, നമ്മുടെ മാതാപിതാക്കൾ, വേണ്ടപ്പെട്ട ഉസ്താദുമാർ, അങ്ങനെ പലരുമുണ്ട്, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവരുടെ കബർ വിശാലമാക്കുകയും അവരെയും നമ്മയും അത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൊണ്ടേക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا انت ارحم الراحمين. وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين. الحمد لله رب العالمين.